എൻ്റെ പേര് ആരതി. ഞാൻ തിരുവനന്തപുരം സ്വദേശിയാണ്. ഞാൻ ട്രിവാൻഡ്രത്ത് തന്നെ ആർക്കിടെക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു. ഹസ്ബൻഡിൻ്റെ പേര് നിരഞ്ജൻ. നിരഞ്ജൻ ഒരു ആർക്കിടെക്ചർ ഫേം ഹെഡ് ചെയ്യാണ്. ഈഗോ ഡിസൈൻ സ്റ്റുഡിയോ എന്ന് പറഞ്ഞ് ട്രിവാൻഡ്രത്ത് തന്നെയാണ്. ഞങ്ങൾ കൂടുതലും വർക്ക് ചെയ്യുന്ന ലാൻഡ്സ്കേപ്പിലാണ്. അപ്പം ഇങ്ങനെ 2 സൈറ്റിൽ, ഒന്ന് ഈഗോ ഡിസൈൻ സ്റ്റുഡിയോൻ്റെ സൈറ്റിൽ ഞാൻ ലാൻഡ്സ്കേപ്പ് ചെയ്യുന്നുണ്ട്. 2 ഫൈൻഡർ സ്റ്റുഡിയോ എന്നുള്ള ആർക്കിടെക്ട്സിൻ്റെ സൈറ്റിലും ലാൻഡ്സ്കേപ്പ് ചെയ്യുന്നുണ്ട്. ഈ 2 സൈറ്റിലും ഞങ്ങൾക്ക് മരങ്ങളിലെ സംരക്ഷണം എന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അന്വേഷിച്ച് കണ്ടെത്തിയതാണ് ബിനുമാഷിനെ. അപ്പോൾ ഇന്ന് വന്ന് ഈ സൈറ്റിൽ ഞങ്ങളുടെ ഈ പുറകെ നിൽക്കുന്ന മാവിൻ്റെ ഇത്തള് വച്ച് ഇതിനിപ്പോൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മറ്റേ സൈറ്റിൽ ഒരു 6 മരങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്തു, വൃക്ഷ ചികിത്സ ചെയ്തു. ഇപ്പം കഴിയാറായി. അത് ഞങ്ങൾ കാലങ്ങളായിട്ട് ഞങ്ങൾ ചെയ്യുന്ന വർക്കിലൊക്കെ കിട്ടുന്ന സ്ഥലത്ത് പരമാവധി മരങ്ങളെ ഒന്നും മുറിക്കാതെ, അത് പഴക്കമുള്ള മരമാണെങ്കിലും എത്ര ചെറുതാണെങ്കിലും മുറിക്കാതെ ഞങ്ങളുടെ ബിൽഡിംഗ് ഡിസൈൻ ചെയ്യാനും ലാൻഡ്സ്കേപ്പ് ചെയ്യാനാണെങ്കിലും അങ്ങനെയാണ് ഞങ്ങളുടെ അപ്രോച്ച് എന്നുള്ളത്. എൻ്റെ പേര് സഞ്ജയ്. ഞാൻ തിരുവനന്തപുരത്ത് കരമനയിൽ താമസിക്കുന്നു. ഇത് ഞാൻ 2018 വാങ്ങിച്ച ഒരു സ്ഥലമാണ്. 7 സെൻറ്റ് മാത്രമുള്ള ഒരു സിറ്റിയിലെ ഒരു ചെറിയ പ്ലോട്ട്. അപ്പോൾ അവിടെ ഒരു വീട് വെക്കണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി പലരെയും സമീപിച്ചപ്പോഴത്തേനും ഞാൻ പല ആൾക്കാരെയും സമീപിച്ചു. അതിലെനിക്ക് എൻ്റെ ചോയ്സ്, എൻ്റെ താല്പര്യങ്ങളും ഒരേപോലെ ഇണങ്ങി വന്നത് നിരഞ്ജൻ വാര്യർ എന്ന് പറഞ്ഞ ആർക്കിടെക്റ്റിലാണ്, ഈഗോ ഡിസൈൻ സ്റ്റുഡിയോ. അപ്പോൾ നിരഞ്ജൻ്റെ പ്രാക്ടീസ് എന്ന് പറയുന്നത് ഈ ഉള്ള ചെറിയ സ്ഥലത്തുള്ള എത്ര ചെറിയ മരങ്ങളായിരുന്നാലും അതിനെയൊക്കെ സംരക്ഷിച്ച്, എത്ര പഴക്കമുള്ളതായിരുന്നാലും അതിനെയൊക്കെ സംരക്ഷിക്കണം എന്നുള്ളൊരു രീതിയിലാണ് അവരുടെ ബിൽഡിംഗ് ഡിസൈനും അതുപോലെ പ്രകൃതിക്ക് ഇണങ്ങുന്ന രീതിയിലുള്ള ആർക്കിടെക്ചറാണ് അവരുടെ ഒരു പ്രാക്ടീസ്. അത് അവരുടെ പല പ്രോജക്റ്റും ഞാൻ കണ്ടിരുന്നു. അങ്ങനെയാണ് നിരഞ്ജനിലേക്ക് എത്തുന്നത്. അപ്പോൾ ഈ പുറകിൽ കാണുന്ന മാവ് വളരെയധികം പഴക്കം ചെന്ന് ഇവിടെ ഉണ്ടായിരുന്നതാണ് അന്ന് മുതൽ തന്നെ. അപ്പോൾ ഇതിനെ സംരക്ഷിച്ചുകൊണ്ട് തന്നെയായിരുന്നു നിരഞ്ജൻ ഇങ്ങനെ ഒരു ബാക്ക് യാർഡ് പ്ലാൻ ചെയ്തത്. ആ പ്ലാനിങ്ങിൽ ഇതിൽ കാലപ്പഴക്കം കൊണ്ട് തന്നെ ഇതിൽ വിത്തളും അതുപോലെ ഒരു രോഗാവസ്ഥയിലായിരുന്നു ഇത്. അപ്പോൾ അതിനെ ഇപ്പോൾ നിരഞ്ജൻ വഴി തന്നെ നമുക്ക് ബിനുമാഷിലേക്ക് എത്തി. ബിനുമാഷ് വന്നതിന് ശേഷമാണ് ഇതിന് നമ്മളൊരു വൃക്ഷ സംരക്ഷണം ചികിത്സ ഇന്ന് ചെയ്യുകയുണ്ടായി. ഇതുകൊണ്ട് തന്നെ ഇതെല്ലാം ശരിയായി വരും. അതുപോലെ തന്നെ ഇനിയും ഇത് നല്ലവണ്ണം പൂക്കുകയും കാക്കുകയൊക്കെ ചെയ്യുമെന്നുള്ളൊരു പ്രതീക്ഷയും.